എറണാകുളം യോഗത്തിൻ്റെ അന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു, ലീഗുകാരും ആ യോഗത്തിന് പോകരുത്. അപ്പൊ ഇയാള് പറഞ്ഞത് എഴുതിയതും ഒക്കെ ഇപ്പോൾ റെക്കോർഡുണ്ട്. ആ തങ്ങളെ രക്തം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാ പറഞ്ഞു. രക്തം പരിശോധിക്കണം പാണക്കാട് തങ്ങളെ. പിന്നെ പറഞ്ഞു, ഇപ്പൊ അടുത്ത കാലത്ത് പാണക്കാട് തങ്ങൾ ഒരു ആത്മീയ നേതാവല്ല, അതല്ല. മിസ്റ്റർ കാന്തപുരം, താങ്കൾ ചെയർമാനായ തൗഫീഖ് പബ്ലിക്കേഷൻ അല്ലേ ഈ ഫിത്ന പത്രം പുറത്തിറക്കുന്നത്? ആ വാറോല പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കുന്ന സംഖ്യ ഏത് എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യത്തിലേക്ക് വരും മുമ്പ് ഞങ്ങൾ ചോദിക്കട്ടെ. കേരള മുസ്ലിങ്ങൾ ആദരിക്കുന്ന, നെഞ്ചിലേറ്റുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് എഴുതിയ നിങ്ങളുടെ വാറോലയിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അനുയായികളെക്കാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനുള്ള തിടുക്കമുണ്ടെന്ന് നിങ്ങൾ എഴുതി. തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റായ ശേഷം കേരളത്തിൽ ദീനിന്റെ അധപതനത്തിന് തുടക്കമായെന്ന് നിങ്ങൾ അച്ചുനിരത്തി. കാരന്തൂരികളുടെ സുന്നി വോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ഫിത്ന വോയിസിലൂടെ നിങ്ങൾ എഴുതിയതിൽ നിസ്വാർത്ഥരും നിഷ്കളങ്കരുമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ നിങ്ങൾ മൂരിയെന്നും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസകളുടെ ആസ്ഥാനത്തെ ഭ്രാന്താലയമെന്നും വിശേഷിപ്പിച്ചപ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ? നിങ്ങളുടെ അനുയായികളെ ഏത് സംസ്കാരത്തിലേക്കാണ് നയിക്കുന്നതെന്ന്? ഇല്ല, നിങ്ങൾക്കതിന് കഴിവില്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പണ്ഡിത മഹാസഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്താക്കുകയില്ലായിരുന്നു. പാണക്കാട് സാദാത്യങ്ങൾക്ക് ലഭിച്ച ബഹുമാനാദരവുകൾ മുമ്പും നിങ്ങളിൽ അസൂയയുടെ അഗ്നിയാളിച്ചിട്ടുണ്ട്. മറന്നുപോയോ? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ നിങ്ങൾ തലകീഴായി പ്രസിദ്ധീകരിച്ചു. സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ തലയെ നിങ്ങൾ പിളർത്തിയ രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തി. നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ശമിപ്പിക്കാൻ, സ്വയം സമാധാനിക്കാൻ. അതെ, ശിഹാബ് തങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും ദഹിക്കാത്ത ഇവർ തങ്ങളുടെ കാലിസ്ഥാനത്തെ അപമാനിച്ചു. ദീൻ പൊളിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപിച്ചു. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നടക്കുന്നത് ശരീരവിൽപ്പനയാണെന്ന്, പച്ചയായി പറഞ്ഞാൽ വ്യഭിചാരമാണെന്ന് എഴുതിയത് മുസ്ലിം കേരളം പൊറുക്കുമെന്ന് കരുതിയോ? ഇതാ നിങ്ങൾ പുറത്തിറക്കിയ സുന്നി വേദി. പാണക്കാട്ടേക്കൊരു ഇറച്ചിപ്പൊതി എന്ന പേരിൽ നിങ്ങൾ എഴുതിയ ലേഖനം ഞങ്ങൾ പൂർണ്ണമായി വായിക്കുന്നില്ല. കാരണം എഴുതാൻ നിങ്ങൾക്കില്ലാത്ത ലജ്ജ വായിക്കാൻ ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട്. പ്രിയ ശ്രോതാക്കളെ, പാണക്കാട് തറവാടിനെ പറ്റി ഇത്രയും നീചമായി അന്യമതസ്ഥർ പോലും പറഞ്ഞിട്ടില്ല. ഇവരോ സുന്നികൾ അസൂയാക്കിയാണ് കാരന്തൂരികളെ. നിങ്ങൾ ഓർക്കുക, വിചാരണക്കൊരു ദിനം വരാനുണ്ട്. തീർന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഔദ്യോഗിക സമസ്തക്കാർ, കെ സമസ്തക്കാർ പറഞ്ഞതുപോലെ അമുസ്ലിങ്ങൾ പോലും പാണക്കാട്ടേക്ക് ഒരു ഇറച്ചിപ്പൊതി എന്ന ലേഖനത്തിൽ അവർ നടക്കുന്നത് ശരിയായ മാംസക്കച്ചവടമാണ്, വ്യഭിചാരമാണ് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇവിടുത്തെ അമുസ്ലിങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ ആശയപരമായ വിയോജിപ്പ് മാത്രമേ അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ഇവിടെ അമാനി മുസ്ലിയാരും കൂട്ടരും സംഘടിപ്പിച്ച പരിപാടിയില്ലേ, അതേപോലെയുള്ള ഒരു പരിപാടിയിൽ വെച്ച് ഈ പ്രദേശത്തൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പ്രസംഗിക്കാൻ കൊണ്ടുവന്ന അബ്ദുൽ വഹാബ് സക്കാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വളരെ കൃത്യമായി ശിഹാബ് തങ്ങളെ അപമാനിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം. ജനങ്ങളെ മുമ്പിൽ നിർത്തിയാണ്. എന്താ വിഷയം? തെരഞ്ഞെടുപ്പ് വരുമ്പോ രാഷ്ട്രീയ നേതാക്കന്മാർ, പുരുഷന്മാരും സ്ത്രീകളൊക്കെ തങ്ങളെടുത്ത് വരും. അക്കൂട്ടത്തിൽ പത്മജയും വന്നു. പത്മജ വന്നപ്പോ ആ വരവിന് ഏറ്റവും നികൃഷ്ടമായി ഒരു മനുഷ്യനെ ക്രൂരമായി നിന്ദിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ച സംസാരം നിങ്ങളൊന്ന് കേൾക്കുക. കൊള്ളുന്ന ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു താഴ്ത്തുകയാ. ഇത് കണ്ടങ്ങള് നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട്, പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ. ആ പത്മജ പാണക്കാട് ചെല്ല, ശിഹാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ബുറുദന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച. ഇതിന്റെ മസാല എന്ന് പറഞ്ഞിട്ടിക്കണിങ്ങള് കണ്ടങ്ങള് തങ്ങൾ പാപ്പാന്റെ കൈ, പത്മജ താത്താന്റെ കയ്യുമേ. ആ റസൂലുള്ളാന്റെ ബൈഅത്തെ ഇങ്ങനെയായിരുന്നു അല്ലേ? കണ്ടങ്ങള് തൊട്ടില്ല, അങ്ങനെ നമ്മൾ പറയണ്ട. ഇത് നോക്കിങ്ങള്, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമല്ല, അതേ സമയത്ത് പറയിപ്പിക്കും.
അപ്പൊ പറയിപ്പിക്കുകയാണ്. പറയാൻ ആഗ്രഹമല്ല, മുപ്പര് പറഞ്ഞു കഴിഞ്ഞു. ആരെ പറ്റിയാ പറഞ്ഞത്? ഇവിടെ വെച്ച് ശിഹാബ് തങ്ങളെ മയ്യത്ത് എത്ര ആൾക്കാരാണ് നിസ്കരിച്ചത്. ഇതൊരു സ്നേഹാണ് പേരോടിന്. പൂനൂരിൽ വെച്ച് പേരോട് എന്താ പ്രസംഗിച്ചത്? തങ്ങന്മാര് തന്നെ. പക്ഷെ ശിഹാബ് തങ്ങൾ മൂത്രത്തിൽ വീണുപോയി. മൂത്രത്തിൽ വീണ തങ്ങളാണ്. അതേ പേരോടിന്റെ നാവുകൊണ്ടാണ് ഭയങ്കര തങ്ങള് എനിക്ക് കത്ത് തന്നു, ആരോടും പറയുന്നു പറഞ്ഞു, ഞങ്ങളോട് പറയാണ്. മനസ്സിലായില്ലേ? ഇതാണ് പേരോടിന്റെ സ്നേഹം. ഇതാണ് വിഘടിത സമസ്തക്കാരുടെ സ്നേഹം. തീർന്നില്ല. 1993 ഡിസംബർ 2 മുതൽ 8 വരെ ഇറങ്ങിയിരിക്കുന്ന സുന്നി വേദി എന്താ പറഞ്ഞത് ശിഹാബ് തങ്ങളെ കുറിച്ച്? പാണക്കാടൻ കള്ളനബി മാത്രമാണ്. പാണക്കാട് ശിഹാബ് തങ്ങൾ ഇല്ല. പാണക്കാടൻ കള്ളനബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. ആരാ പറഞ്ഞത്? വിജിന്തനല്ല, അൽമനാറല്ല, മറിച്ച് വളരെ കൃത്യമായി AM ബഷീർ മുസ്ലിയാർ എന്ന് പറയുന്ന സലാല SYSന്റെ മുഖ്യ ഭാരവാഹിയായ ആയിരുന്ന അദ്ദേഹം നടത്തുന്ന സുന്നി വേദിയിലാണ് എഴുതി വെച്ചത്. അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും